നഷ്ടക്കണക്കുകൾ മാത്രം പറയാനുള്ള കൃഷിപ്പണി ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയാലോ? ഐടിക്ക് പിന്നാലെ ഓടുന്ന യുവതലമുറ കൃഷിപ്പണിക്ക് ഇറങ്ങുന്ന ഒരു കാലമാണ് കോട്ടയം പാലായ്ക്ക് സമീപം എലിവാലിയിൽ മാനുവൽ എന്ന കർഷകൻ സ്വപ്നം കാണുന്നത്. മാനുവലിന്റെ പരീക്ഷണ റബ്ബർ തോട്ടത്തിലേക്ക് മണി ടൈം പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. ഒരു കുഴിയിൽ 2 റബ്ബർ മരങ്ങൾ, ഒന്നിനൊന്ന് മെച്ചത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ കണ്ട് അതിശയിക്കാൻ വരട്ടെ. ഒരു കുഴിയിൽ 4 റബ്ബർ മരങ്ങൾ വെച്ച് പുതിയ പരീക്ഷണവുമുണ്ട് മാനുവലിന്റെ തോട്ടത്തിൽ. റബ്ബർ ബോർഡിന്റെ സാമ്പ്രദായിക കൃഷിരീതികളെ വെല്ലുവിളിച്ച് മാനുവൽ റബ്ബർ കർഷകനായിട്ടിപ്പോൾ 10 വർഷമായി. 2-in-1 റബ്ബർ തോട്ടത്തിൽ നിന്ന് 100 മേനി വിളവെടുക്കുന്നതിനാൽ തന്നെ പിൻഗാമികൾക്കും കുറവില്ലെന്ന് മാനുവൽ പറയുന്നു. എല്ലാറ്റിനുമുപരി പരീക്ഷണങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ചും. ഞാൻ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ച് ഒരേക്കർ സ്ഥലത്ത് 300 മുതൽ 500 മരം വളർത്താൻ പറ്റും. അതുപോലെ തന്നെ അത് സിംഗിൾ മരം വളർന്നേക്കാളും വളർന്നിരിക്കും. അപ്പോൾ ഞാനിതിനെ അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ 35 വർഷക്കാലത്തെ ഗവേഷണമാണ്. അതായത് ഇലക്ട്രോണിക്സിലും ഹോമിയോപ്പതിയിലും കൃഷിയിലുമുള്ള എൻ്റെ ഗവേഷണത്തിൻ്റെ ആകെത്തുകയാണിത്. അപ്പോൾ ഈ മരങ്ങൾ ഭൂമിക്ക് ആകർഷണ വലയം ഉള്ളതുപോലെ തന്നെ സസ്യങ്ങൾക്ക് ആകർഷണ വലയമുണ്ട്. ഈ ആകർഷണ ഫീൽഡിൽ നമ്മൾ എത്ര മരം വെച്ചാലും അത് ഒരു സിംഗിൾ യൂണിറ്റായിട്ട് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ആകർഷണ വലയം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പല അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. 1 അടിക്ക് വെച്ചിട്ടുണ്ട്, 2 അടിക്ക് വെച്ചിട്ടുണ്ട്, 2.5 അടിക്ക് വെച്ചിട്ടുണ്ട്, 3 അടിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ 3 അടി കാണുമ്പോൾ അത് വികർഷണ ഫീൽഡായി പോകും. അതിൽ ഒന്നേ വളരത്തുള്ളൂ. അപ്പം ഈ ആകർഷണ വലയത്തിൽ നമ്മൾ എത്ര മരം വെച്ചാലും 2 മരം വെച്ചാലും 3 മരം വെച്ചാലും 4 മരം വെച്ചാലും അത് ഒരേ രീതി വളരും. നമ്മൾ തൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുഴി ഒരെണ്ണത്തിൽപ്പെട്ട തൈ വെക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ മരങ്ങളുടെ വണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസാണ്. ആ ബേസ് വണ്ണമുള്ളതാണെങ്കിൽ ആ മരം ഒരേ വണ്ണത്തിൽ കയറും. അപ്പോൾ ഇതാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. മരങ്ങളെ ഉത്തേജിപ്പിച്ച് പുത്തൻ ഉണർവ് നൽകി മികച്ച വിളവെടുക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ വളവും മാനുവൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സീസ് അഥവാ സോളാർ ഇലക്ട്രിക് എനർജി സൊല്യൂഷൻ എന്ന ജീവശക്തി വളമാണ് മാനുവൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. 6 മാസത്തിലൊരിക്കൽ സീസ് മരങ്ങൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അതിശയിപ്പിക്കുന്ന വളർച്ചയും ഉത്പാദനക്ഷമതയുമാണ് മാനുവലിന്റെ അവകാശവാദം. അതായത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഈ മരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത്. ഇപ്പം നമ്മളൊരു തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ തിരി കത്താനുള്ള എനർജി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രകാശത്തിൽ നിന്ന്, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നല്ലേ. എന്ന് പറഞ്ഞാൽ ഈ മരം വളരാനുള്ള എനർജി അന്തരീക്ഷത്തിൽ നിന്നും മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു എനർജി ലിക്വിഡാണ്. ഇത് ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് എൻ്റെ പരിശ്രമത്തിൽ കൂടെ ഡെവലപ്പ് ചെയ്തതാണ്. ഈ മരങ്ങൾക്കൊക്കെ കണ്ടില്ല, അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറി കിട്ടുകയാണ്. നല്ല റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ ഈ അവന് കരുത്തും കിട്ടുന്നു. കാറ്റത്ത് ഒരെണ്ണം ഒടിഞ്ഞു പോകത്തില്ല, പറിച്ചുകൊണ്ട് പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ബലം മരത്തിന് കിട്ടുന്നു. ഇതിന് ക്വാളിറ്റി കൂടുന്നു, ക്വാണ്ടിറ്റി കൂടുന്നു, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അതായത് ഈ മരത്തിനുള്ള ജനിതക വീക്ക്നെസ് മാറ്റിയെടുക്കും. അപ്പോൾ ആ മരത്തിന് കിട്ടാവുന്ന പരമാവധി ആദായം ആ മരം തന്നുകൊണ്ടിരിക്കും. ഇതാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത ലിക്വിഡ്. റബ്ബർ ടാപ്പിങ്ങിനും സാമ്പ്രദായിക രീതി ഫലപ്രദമല്ലെന്നാണ് ഇവരുടെ അനുഭവം. സാധാരണ നിലയിലെ ടാപ്പിംഗ് പിന്തുടർന്നാൽ മരത്തിന്റെ ആയുസ് 25 വർഷത്തിൽ കൂടില്ല. റബ്ബർ മരത്തിന് 200 വർഷത്തെ ആയുസ്സുണ്ട്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനും പാലുൽപാദനം ഗണ്യമായി കൂട്ടാനും പുതിയ ടാപ്പിംഗ് രീതി ഫലപ്രദമത്രേ. നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഈ പുതിയ മെത്തേഡിൽ ഒരു മരത്തിന്റെ ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് അതിന്റെ 1/3 മാത്രമേ അറ്റ് എ ടൈം ടാപ്പിംഗ് കൊടുക്കുന്നുള്ളൂ. ആ 1/3 പോർഷനിൽ 65 ഡിഗ്രി സ്ലോപ്പാണ് കൊടുക്കുന്നത്. ഈ 65 ഡിഗ്രി സ്ലോപ്പ് കൊടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ പട്ടയുടെ ലെങ്ത് സാധാരണ ചെയ്യുന്ന അതേ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്ലോപ്പ് കൂടുന്ന കാരണം ഇതിലധികം പാല് നിൽക്കത്തില്ല, ഒട്ടുപാലായിട്ട് നമുക്ക് അധികം കിട്ടില്ല. ഫുൾ നമുക്ക് ചിരട്ടയ്ക്കകത്ത് പാലായിട്ട് കിട്ടും. അപ്പം സാധാരണ രീതിയെക്കാളും ഒരു 10 മില്ലി പാലൂടെ കൂടുതലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ 65 ഡിഗ്രി സ്ലോപ്പ് എടുത്തിട്ട് ഒരു 1/3 ആണല്ലോ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അത് ആദ്യത്തെ ഒരു 3 വർഷം അത്രയും ടാപ്പ് ചെയ്യും. അടുത്ത 3 വർഷം നമ്മൾ അത് മാറ്റിയിട്ട് അടുത്ത 1/3 ടാപ്പ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ 2/3 ആണ് ഇത് വൂണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കയറാൻ വേണ്ടിയിട്ട് ഒരു 1/3 പോർഷൻ ഫ്രീ ആയിട്ടുണ്ട്. ഏതായാലും പരീക്ഷണം ഫലം കണ്ട അനുഭവം സ്വന്തമായി ഉള്ളതിനാൽ സീസിനെ വ്യവസായ യൂണിറ്റാക്കി വളർത്തിയെടുക്കാനാണ് ശ്രമം. ചെറുകിട വ്യവസായ സംരംഭമായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കെട്ടിടം പണി കൂടി പൂർത്തിയായാൽ ബിസിനസ് വിപുലമാക്കും. എന്തിനും സഹായത്തിന് മകൾ ജെറിൻ കൂടെയുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ജെറിൻ മറ്റു ജോലികൾ തൽക്കാലം അന്വേഷിക്കുന്നില്ലെന്ന നിലപാടിലാണ്. മണി ടൈമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ,
മണി ടൈം, ഏഷ്യാനെറ്റ് ന്യൂസ്, NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ വീണ്ടും കാണാം. നമസ്കാരം.